ഇന്ന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും സാധ്യമല്ല എന്നർത്ഥം എടുക്കരുത്. ഇന്നെന്തുകൊണ്ട് സാധ്യമല്ല? കുഞ്ഞെ, എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സൗജന്യമൊന്നും ആവശ്യപ്പെട്ടില്ല. അവകാശമാണോ? അതെ. നിന്റെ കൊടികുത്തിയ അമ്മാവന്മാരുണ്ടല്ലോ, അവന്മാര് പോലും എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പിന്നെ ഇന്നലത്തെ നീ മനുഷ്യനെ നാണം വേണം. കൊടുക്കാനല്ലേ മനസ്സിൽ വരാൻ. ശരിക്കൊന്ന് ഉറങ്ങണം. ക്ഷമിക്കണം, ഞാനെല്ലാം കേട്ടു. കേട്ടല്ലോ? നന്നായി. എന്തിനാ പണമെന്ന് അറിയാമോ? അറിയാം. ഒരു ടാക്സി ഡ്രൈവർക്ക് കൊടുക്കാൻ. അതെന്തിനാണെന്ന് അറിയാമോ? അതും അറിയാം. എന്തിനാ? ക്രോസ് ചെയ്യാണോ? അത് വേണ്ട. ഉടമസ്ഥൻ മുതൽ ചോദിക്കുക, സൂക്ഷിപ്പുകാരൻ വരട്ടുക. അത് കൊള്ളാം, അസലായിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ എല്ലാം കൂടെ വാരിക്കൂലിയും കൊടുത്തേക്കാം. എനിക്കെന്തിനാ? എല്ലാം കുഞ്ഞിന്റെ മുതലേ. ഞാൻ വെറും ഒരു ട്രസ്റ്റി. ട്രസ്റ്റി? 10-35 വയസ്സായ ഒരു മനുഷ്യന്റെ സ്വത്തുക്കൾക്ക് ഒരു ട്രസ്റ്റി? ഇന്ന് മുതൽ ഞാനാവും ഇതിന്റെ സൂക്ഷിപ്പുകാരി. നിങ്ങൾക്ക് എന്ത് വേണോ അപ്പപ്പോ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം. ശശി, ഇങ്ങ് വരൂ. ഈ വീട്ടിൽ മേലാൽ പുറത്തുനിന്ന് ആഹാരം കൊണ്ടുവരാൻ പാടില്ല, പറഞ്ഞേക്കാം. മണി, എന്റെ അനുവാദം കൂടാതെ ഇവിടെ നിന്ന് ആരും കാർ വെളിയിൽ എടുക്കാൻ പാടില്ല, മനസ്സിലായോ? എന്താണ്? ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ആ ഡ്രൈവർ പോയോ? പാവം, വല്ലതും കൊടുക്കാമായിരുന്നു. ഇത്രയും നേരം തരാതിരുന്നതേ ചോദിക്കുമോ എന്ന് അറിയാനാ. എന്നിട്ട് ഇപ്പൊ ഞാനിത് ആവശ്യപ്പെട്ടോ? അതുകൊണ്ടല്ലേ ഏൽപ്പിച്ചത്. ഞാനിത് വാങ്ങിച്ചില്ലെങ്കിലോ? അങ്ങനെ പറയരുത്, വാങ്ങണം. വേണ്ട, നീ തന്നെ സൂക്ഷിച്ചു വെച്ചാ മതി. ഞാൻ സൂക്ഷിച്ചു വെക്കാനോ? എന്നെ കൊണ്ട് ഇതൊന്നും ആവില്ല. എന്തുകൊണ്ടാവില്ല? നീ ഉള്ളത് കൊണ്ട്. ഞാൻ ആരാണ്? എന്റെ കല്യാണിക്കുട്ടി. ഇനി ഇവിടുന്ന് ഭക്ഷണം കൊണ്ട് ചെല്ലുന്ന ആൾക്കാരിക്കും തട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം തൊടിയലെന്ന വാശി. പോയിട്ടൊരു കാപ്പി കൊണ്ടുവരൂ. പോലെയാണ് ഞാനും എന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് അച്ഛനില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അച്ഛന് കാപ്പി കൊടുക്കുന്നത്. അങ്കിൾ ഈ കാപ്പി കുടിക്കാതെ ഞാൻ പോവില്ല. എവിടുന്നെങ്കിലും ഓരോ ടേബിൾസിൽ വന്ന് കയറിക്കോളും. പിന്നെ അവളുമാരുടെ ഭരണങ്ങള് ഗീർവാണങ്ങള്. പുറത്ത് അനാവശ്യം പറയരുത്. എടീ,
എനിക്കറിയാൻ വേണ്ടി നിന്നെ ഒക്കെ നിന്നെയും അറിയാം, മറ്റേ ശ്രീരാമനെ അറിയാം. ശോഭയല്ല കല്യാണിക്കുട്ടി. അവൾ ആകെ തകർന്നുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് വഴിപ്പെട്ടത്. ഞാനതല്ല, തകർന്നതെല്ലാം ഒരു കൂട്ടി വെക്കുന്നവളാണ് ഞാനിപ്പോ. അത് മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ പട്ടിണി കിടന്ന് ചത്താൽ ഇവിടെ ആർക്കും ഒരു ചുക്കുമില്ല. അല്ലേ? ഓ, അത് കാണാൻ എഴുന്നള്ളിയതായിരിക്കും. അതെ. അങ്ങനെ ആരും സമാധാനിക്കണ്ട. എന്നെ തകർത്തിട്ട് സുഖിക്കാൻ നിന്റെ മകനെയും അവന്റെ ഭാര്യയും ഞാൻ അനുവദിക്കില്ല. എന്ത് ചെയ്യും? കൊല്ലും. ഒരു പുല്ലും ചെയ്യില്ല. ഇന്നിവിടെ എന്റെ കുഞ്ഞിനെ നോക്കാൻ ഞാനുണ്ട്. ഞാൻ എന്റെ കുഞ്ഞിന്റെ അച്ഛനെ നിങ്ങൾ കൊന്നു. എന്നെയും ആ കെണിയിൽ കുരുക്കി നിർത്തി. അതന്ന്. ഇന്ന് ഞാൻ ജീവിച്ചു മടുത്തിരിക്കുന്നു. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ബാക്കി കാണില്ല. അതിന് ഞാൻ മതി, ഞാൻ മാത്രം. തുടങ്ങിയോ? അങ്കിളുമായി സംസാരിച്ചതിന് ശേഷം എന്തോ മനസ്സിന് യാതൊരു സുഖവും തോന്നില്ല. വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. വരൂ, കിടക്കാം. കിടന്നാലും
ഇന്നെനിക്ക് ഉറക്കം വരില്ല. ആ കല്യാണിക്കുട്ടി, രാവിലെ നീയും അങ്കിളുമായി ശോഭയുടെ കാര്യം സംസാരിച്ചോ? എല്ലാം ഞാൻ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് വെറുതെ എന്നോട് വിളിക്കേണ്ട കല്യാണിക്കുട്ടി. അച്ഛന്റെ, അമ്മയുടെ, എന്റെ എല്ലാ ജീവിതവും അയാൾ നശിപ്പിച്ചു. ഒടുവിൽ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയുടെ. എന്നിട്ട് ഇവിടെ താമസിക്കുന്നു, ഈ കൂരയ്ക്ക് താഴെ. ഞാനും ജയിലിൽ കിടക്കാനും തൂക്കുമരത്തിലേറാനും ഭയപ്പെടുന്ന ഞാനും. സാരമില്ല, നമുക്ക് കിടക്കാം. എല്ലാം നാളെ പറയാം. കല്യാണിക്കുട്ടി, നീ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. എനിക്ക് അങ്കിളുമായി അല്പം സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വരാം. വഴക്കുണ്ടാക്കാനാണോ? ഇന്നലെ അവരെ കണ്ട പ്രഭു അല്ല. ഇന്നെനിക്ക് ഒച്ച വയ്ക്കാൻ അറിയില്ല. പോയിക്കോളൂ, പോയി കിടന്ന് ഉറങ്ങിക്കോളൂ.